അമേരിക്കയിൽ പോയി നഴ്സിംഗ് പഠനം നടത്തുവാൻ താല്പര്യമുണ്ടോ? ഒക്ലഹോമ സിറ്റി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയവർക്ക്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സയൻസ് വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് 1 വർഷത്തെ പഠനം കൊണ്ട് നഴ്സിംഗ് ഡിഗ്രി ലഭിക്കുന്നു. മാത്രവുമല്ല, അതേ കാലഘട്ടത്തിൽ തന്നെ RN പരീക്ഷ എഴുതുന്നതിന് വേണ്ടി അവരെ പരിശീലിപ്പിക്കുന്നു. അങ്ങനെ ഇത് രണ്ടും പാസ്സാകുന്നവർക്ക് അമേരിക്കയിൽ നഴ്സായി ജോലി ചെയ്യുവാൻ അവസരം ലഭിക്കുന്നു. ഒക്ലഹോമ സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഒരു പാർട്ട്ണർ ചർച്ചായി പ്രവർത്തിക്കുന്ന എലീം ചർച്ചിന്റെ സ്ഥാപകനും പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ അനീഷ് വി ലൂക്കോസ് നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹം ആ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അവിടെ നടത്തുന്ന ഈ നഴ്സിംഗ് പഠനത്തെക്കുറിച്ചും നമ്മളോട് വിശദീകരിക്കുന്നു. നഴ്സിംഗ് മാത്രമല്ല, നിരവധി കോഴ്സുകൾ ഈ സ്ഥാപനത്തിലുണ്ട്. ആ കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുവാൻ വളരെ ഈസിയാണ്. IELTS 6 ബാൻഡിൽ പാസ്സായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ വേഗത്തിൽ ഈ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അനീഷ് വി ലൂക്കോസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ കേരളത്തിൽ നിന്നുള്ള വിദേശത്ത് പോകുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി തേടി പോകുന്നത് നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലോ? അതെ, നമ്മൾക്ക് ആക്ച്വലി ഒക്ലഹോമ സ്റ്റേറ്റിൽ തന്നെ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ഇപ്പം നമ്മൾ ഒക്ലഹോമ സിറ്റി യൂണിവേഴ്സിറ്റി തുടങ്ങിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ BS ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ ബയോളജി പഠിച്ചവർക്കോ, ബാച്ചുലർ ഓഫ് സയൻസ് ഡിഗ്രി ഉള്ളവർക്ക്, ഒരു കെമിസ്ട്രി ഡിഗ്രി ഉള്ളവർക്കോ, ഒരു ബയോളജി ഡിഗ്രി ഉള്ളവർക്കോ 3 വർഷത്തെ പഠിത്തമാണല്ലോ അത്. നമ്മുടെ കോളേജിൽ വന്നിട്ട് 1 വർഷം കൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് 1 വർഷം കൊണ്ട് അവർക്ക് BSN ഡിഗ്രി എടുക്കാനായിട്ട് കഴിയും. ആ BSN ഡിഗ്രി എടുക്കുമ്പോൾ തന്നെ ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് ആ ഡിഗ്രി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കോളേജിൽ അവർക്ക് RN NCLEX വേണ്ടിയുള്ള കോച്ചിങ് കൊടുക്കുകയും ആ 1 വർഷത്തെ പഠിത്തത്തിൻ്റെ ഡ്യൂറേഷനിൽ തന്നെ തീരുന്നതോടെ ബന്ധത്തിൽ ആ എക്സാം എടുക്കുകയും അവർക്ക് എംപ്ലോയ്മെന്റ് വിസ H1B സ്പെഷ്യൽ നഴ്സിംഗ് വിസയിലേക്ക് കയറുവാനായിട്ട് കഴിയും. അതായത് ഒന്നും കൂടെ വ്യക്തമാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അതെ, കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഒരു സയൻസ് ഡിഗ്രി ഉള്ള ഏത് വ്യക്തിക്കും, അതെ, അതൊരു നഴ്സിംഗ് ഡിഗ്രി ഇല്ലെങ്കിൽ പോലും അമേരിക്കയിൽ വന്ന് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ 1 വർഷത്തെ പഠനം കൊണ്ട് RN രജിസ്ട്രേഷൻ കിട്ടത്തക്ക നിലയിലുള്ള ഒരു നഴ്സിംഗ് ഡിഗ്രി ഉണ്ടാകും, അല്ലെ? അതെ, BSN ഡിഗ്രി എന്ന് പറയുന്ന 4 വർഷത്തെ പ്രോഗ്രാമാണ് അമേരിക്കയിൽ. ഇവിടെ 3 വർഷം പഠിച്ച സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ചവർക്ക് നമ്മുടെ കോളേജിൽ ഫാസ്റ്റ് ട്രാക്കിൽ 3 സെമസ്റ്റർ ഉണ്ട്. ആക്ച്വലി അത് ഒരു വർഷത്തെ പ്രോഗ്രാമാണ്. ആ 1 വർഷം കൊണ്ട് നമ്മൾ അവർക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കും. RN NCLEX ആ സർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടി അവർക്ക് 1 വർഷം കൊണ്ട് ബേസിക്കലി ദേ കൻ ബിക്കം എ RN nurse in America. IELTS ഇതിന് നിർബന്ധമല്ലേ? അതെ, IELTS നിർബന്ധമാണ്. അത് നമ്മുടെ സ്കൂളിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് 6.5. 4 ബാൻഡിലും 6ൽ കുറയാൻ പാടില്ല നഴ്സസിന്. ആക്ച്വലി MBAക്കോ കമ്പ്യൂട്ടർ സയൻസിനോ 6.0 ആയാലും ആണ് നമ്മുടെ മിനിമം റിക്വയർമെന്റ്. അടുത്തൊരു കാര്യം, ഇപ്പം ഇത്രയും 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 30 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് ഈ ഒരു സ്റ്റുഡന്റ് അവിടെ വന്ന് പഠിക്കേണ്ടി 2 വർഷത്തെ പഠനം നടത്താൻ പറ്റുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പ് സാധ്യതകളുണ്ടോ? നമുക്ക് സ്കോളർഷിപ്പ് സാധ്യത നഴ്സിംഗ് സ്റ്റുഡൻസിനുണ്ട്. അതായത് 80% കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്ന ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ്, അതായത് ഇവിടുത്തെ നമ്മുടെ 3 വർഷത്തെ പ്രോഗ്രാം ഉണ്ടല്ലോ, ജനറൽ നഴ്സിംഗ് പഠിച്ചവർക്ക്, അഥവാ ഇനി BS in സയൻസ്, അവർക്ക് BS in ബയോളജി പഠിച്ചവർ, ഇഫ് ദേ ഗോട്ട് 80% above on their സ്കോർ കാർഡ്, നമുക്ക് അവിടെ അങ്ങനെയുള്ളവർക്ക് നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അമേരിക്കയിൽ പഠനം നടത്തുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണെന്ന് സംശയം ഉയരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ പഠനം നടത്തുന്നവർക്ക് അവിടെ ജോലി സമ്പാദിക്കുവാൻ എത്രത്തോളം സാധിക്കും എന്നുള്ള കാര്യത്തിലും പലർക്കും സംശയമുണ്ടാകും. എന്നാൽ പാസ്റ്റർ അനീഷ് വി ലൂക്കോസ് വളരെ ഉറപ്പോടെ നമ്മളോട് പറയുന്നു, ഒക്ലഹോമ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ ധാരാളം കോഴ്സുകളുണ്ട്. പ്രത്യേകിച്ച് നഴ്സിംഗ് പോലെ വളരെ പെട്ടെന്ന് ജോലി ലഭിക്കുവാൻ സാധ്യതകളുള്ള കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കുവാൻ വളരെ ഈസിയാണ്. IELTS 6 എങ്കിലും ലഭിക്കുന്ന ആളുകൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കും. നിങ്ങൾക്ക് അവിടെ പഠനം നടത്തുവാൻ സാധിക്കും. ഒക്ലഹോമ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി ഹല്ലേലൂയ NIT ചാനലിലുള്ള
പാസ്റ്റർ അനീഷ് വി ലൂക്കോസുമായി നടത്തിയിരിക്കുന്ന അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം കാണുക. ഇതോടൊപ്പം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഭിമുഖം കാണുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി ബന്ധപ്പെടുവാനുള്ള ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പാസ്റ്റർ അനീഷ് വി ലൂക്കോസ് നിങ്ങളുമായി ബന്ധപ്പെടുന്നതായിരിക്കും.